ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ, നമ്മൾ റോഡ് പാക്സ് ഒക്കെ വിട്ട് നാട്ടിലേക്ക് വന്ന് അവസാനമായിട്ടുള്ള വീഡിയോ കിടക്കുന്നത് പറഞ്ഞാൽ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കണ്ടന്റും കാര്യമൊന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ വെറുപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ ആണ്. കാരണം ആരും പോയി ട്രാപ്പിൽ പോയി പെടരുതെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കിങ്ങനെ വന്നപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെ വരണ്ടാവും അല്ലേ, കുറേ പേര് നമ്മളറിയാതെ തന്നെ അവിടെ ട്രാപ്പിഡായിട്ട് പൈസ കഴിച്ചവന്മാരുണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് ഈ അതിനെ കാര്യം ഞാൻ റീസൺ പറയാം. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരു റിക്വസ്റ്റ് വരാണ്, ഒരു ഗേളിൻ്റെ റിക്വസ്റ്റ് വരാണ്. അപ്പോൾ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഓൾറെഡി ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഈ മെയിൻ കാര്യം സെക്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ താല്പര്യമുണ്ടോ, ഞാൻ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടുകാരന്മാരായിട്ട് ഡിസ്കസ് ചെയ്ത് ട്രാപ്പിഡാണ്, അതാണ് ഇതാണെന്ന് പറയുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അതല്ലേ, താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അതങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം തന്നെ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അപ്പുറത്തൊരു സ്ത്രീയാണ്, ഞാൻ ഡ്രസ്സൊക്കെ ഉള്ള സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവണ്ടാവില്ല അല്ലേ. ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമിൽ. റെക്കോർഡല്ല, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. എൻ്റെ വേറെ ഫോണിലേക്ക് വന്നിരുന്നത്. അപ്പം വേറെ ഫോൺ വെച്ച് ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ കാര്യങ്ങളൊക്കെ, അതല്ല അതിൻ്റെ ശരി. ഓക്കെ, നമ്മൾ പോയി കണ്ടിട്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കോൾ വന്നിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. ലോഡിങ് ആണ്, നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതാണ് മെയിൻ പ്രോബ്ലം. കഴിഞ്ഞ് ഇതാണ്. അപ്പം ഇതുപോലത്തെ തട്ടിപ്പുകളിൽ നിങ്ങൾ ചെന്ന് വീഴരുത്. എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതാണ്, വേറൊന്നുമല്ല. ഇതിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പക്ക ഫേക്കാണെന്ന്. എന്തായാലും ഇതുപോലത്തെ തട്ടിപ്പുകളിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വൺ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വൺ തട്ടിപ്പ്. ഇതുപോലെ നമ്മൾ ഒരിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ്. ഇതുപോലത്തെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് വരും, പിന്നെ അവർ ബ്ലാക്ക് മെയിലിങ് സ്റ്റാർട്ട് ചെയ്യും, അതാണ്. അപ്പോൾ ആരും ഇത് ചെന്ന് പെടാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് കണ്ട എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ പേര് ഇതിൽ ട്രാപ്പിഡായിട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ അറിയാത്ത ആൾക്കാർ. പക്ഷേ നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാർ തൊട്ട് പ്രായമായ ആൾക്കാർ വരെ ഇതിൽ ഏറിപ്പെടന്ന് പെട്ടു പോകുന്നവരുണ്ട്. പെട്ടു പോകുന്ന പറഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പും കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു എന്താ പറയുക, ആണായാലും പെണ്ണായാലും ചിലപ്പോൾ അറിയാതെ ട്രാപ്പിഡ് അല്ല അവർക്ക്. കാരണം അവരുടെ ഒരു ഏജ് അല്ലെങ്കിൽ അവർക്ക് അത് ആവശ്യമുള്ള സാധനം തന്നെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അവരറിയാതെ പോയി പെടും. അപ്പോൾ ഇനിയെങ്കിലും പെടാതിരിക്കുക. കാരണം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എന്താണോ, ഫേസ്ബുക്കാണോ ഇൻസ്റ്റാഗ്രാമോ എന്തായാലും ട്വിറ്ററോ ഏതാണെങ്കിലും അതിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെ ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഇതിൽ പെടാൻ നിൽക്കുന്നവരൊക്കെ ഒന്ന് പേടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നവരൊന്നൊക്കെ പേടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ റോപ്പാക്സ് വീഡിയോ ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ കയറി. ഓക്കെ, അത്രേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്തേക്ക്, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ അല്ലേ, അത്രേ ഉള്ളൂ. ബൈ.